തമിഴരുടെ സുരക്ഷിതത്വത്തിന് കേന്ദ്രം ഉറപ്പു നൽകിയെന്ന പ്രഖ്യാപനത്തോടെയാണ് രാവിലെ തുടങ്ങിയ നിരാഹാര സമരം കരുണാനിധി അവസാനിപ്പിച്ചത്. ശ്രീലങ്കയിൽ നിന്ന് നല്ല വാർത്തയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് എം കരുണാനിധി തീർത്തും അപ്രതീക്ഷിതമായി നിരാഹാര സമരം ആരംഭിച്ചത്. ശ്രീലങ്കയിലെ തമിഴ് വംശജരുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ കേന്ദ്രം അടിയന്തര സമ്മർദ്ദം ചെലുത്തണമെന്നായിരുന്നു പ്രധാന ആവശ്യം. നിമിഷങ്ങൾക്കകം മറീന ബീച്ചിലെ അണ്ണാസമാധി DMK പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു. ഉങ്ങളെ എങ്ങൾക്ക് വേണം തുടങ്ങിയ വികാരപരമായ മുദ്രാവാക്യങ്ങൾ പ്രവർത്തകർ ഉയർത്തി. കേന്ദ്രമന്ത്രി TR ബാലു, മുൻ കേന്ദ്രമന്ത്രി ദയാനിധിമാരൻ, MP-മാർ, MLA-മാർ, സിനിമാ രംഗത്തെ പ്രമുഖർ എന്നിവർ കലൈഞ്ചരെ സന്ദർശിക്കാനെത്തി. മകൾ കനിമൊഴി, ഭാര്യമാരായ രാജാത്തിയമ്മാൾ, ദയാലുവമ്മാൾ എന്നിവരും സമരത്തിലുടനീളം കരുണാനിധിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ആദ്യം ഇരുന്ന അദ്ദേഹം പിന്നീട് കിടക്കുകയായിരുന്നു. ഇതോടെ പ്രവർത്തകരും ദുഃഖത്തിലായി. കരുണാനിധിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മധുരയിൽ മകൻ അഴഗിരിയും നിരാഹാരമനുഷ്ഠിച്ചു. ഈറോഡ്, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലും ഉപരോധങ്ങളുണ്ടായി. ശ്രീലങ്കയിലെ തമിഴ് വംശജരുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ M കരുണാനിധി ഒരു ദിവസം രാവിലെ മുതൽ ഉച്ചവരെ നിരാഹാര സമരം നടത്തിയ സ്ഥലമാണിത്. കേന്ദ്രമന്ത്രി P ചിദംബരത്തിന്റെ ഭാഗത്തു നിന്ന് സമരത്തിന്റെ ശബ്ദങ്ങൾ ദില്ലിയിലെത്തിയെന്നും അതിന്റെ പ്രതിധ്വനി ശ്രീലങ്കയിൽ എത്തിയെന്നുമുള്ള ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് കരുണാനിധി ഇന്ന് ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. കരുണാനിധി എന്ത് രീതിയിൽ സമരം ചെയ്താലും അത് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് AIADMK അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം. ക്യാമറാമാൻ അരുൺ ആലക്കോടിനൊപ്പം ചെന്നൈയിലെ മറീന ബീച്ചിലെ അണ്ണാ സമാധിക്ക് സമീപത്ത് നിന്ന് അനുപമ, ഇന്ത്യ വിഷൻ.